الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا إن الله عليم قدير صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ജീവിതത്തെ വിട്ടുകൊടുത്തും തഖ്വയുടെ പാതയിൽ ജീവിത ഇടപാടുകളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീകളായ അടിയാറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. നരകാവകാശികളും സ്വർഗാവകാശികളും സമമാവുക സാധ്യമല്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികൾ തന്നെയാണ് വിജയം വരിക്കുന്നവർ. റബ്ബ് സുബ്ഹാനഹു വ തആല വിജയികളാകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെ സംബന്ധിച്ചും നമ്മുടെ നിസ്സഹായതയെ സംബന്ധിച്ചും പടച്ചവന്റെ നിയന്ത്രണത്തെ കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ കേരളത്തിലെ തുല്യതയില്ലാത്ത ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുമായി പങ്കുവച്ചത്. നമ്മൾ ഭൂമിയിലേക്ക് പുറന്നു വീണതോ ഇവിടെ നിന്നും തിരിച്ച് മടങ്ങിപ്പോകുന്നതോ അഥവാ മരിച്ചു തീരുന്നതോ നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ല. നമുക്കൊന്നും അതിൽ പ്രത്യേകിച്ച് ഒരു തീരുമാന ശേഷിയുമില്ല, ഒരു സ്വാതന്ത്ര്യവും നൽകപ്പെട്ടിട്ടില്ല. ഈ ജനന മരണങ്ങൾ പ്രപഞ്ചനാഥനായ പടച്ചവന്റെ മാത്രം തീരുമാനത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനന മരണത്തിന്റെ ഇടയിലുള്ള ജീവിതത്തിന്റെ കാര്യത്തിലും നമ്മൾ എത്രമാത്രം നിസ്സഹായരാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ദുർബലരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ള
വായുവും വെള്ളവും വെളിച്ചവും വിഭവങ്ങളും അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ടും മാത്രമേ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുക സാധ്യമാവുകയുള്ളൂ. എന്നിരിക്കെ ഇതൊരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതം എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം, എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ചും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുമായി പങ്കുവച്ചത്. ആ ജനന മരണങ്ങളെ സംബന്ധിച്ച്, ആ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതം എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു ദർശനത്തിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവുമാണ്. ആ സമയത്തെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ഈ ജീവിതം കൊണ്ട് എന്താണോ നമുക്ക് നേടാനുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആയുസ് വളരെ അർത്ഥപൂർണമായിരിക്കണം. നമ്മുടെ ആയുസ് അലസമാകരുത്, നമ്മുടെ ആയുസ് അലക്ഷ്യമാകരുത്. കൃത്യമായ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, കൃത്യമായ ഒരു ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം ബുദ്ധിപരമായി നമ്മൾ ഈ ലോകത്ത് നയിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം മനുഷ്യനെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. നമ്മുടെ നിസ്സാരതയെ കുറിച്ച്, നമ്മുടെ മേലുള്ള അള്ളാഹുവിന്റെ നിയന്ത്രണത്തെ സംബന്ധിച്ച് ഒക്കെ നിരന്തരം അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു ഖലഖക്കും തുമ്മ യതവഫാക്കും, പടച്ചവൻ നിങ്ങളെ സൃഷ്ടിച്ചു, തുമ്മ യതവഫാക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതും അതേ അള്ളാഹു തന്നെയാണ്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, പടച്ചവൻ ഈ ജനന മരണങ്ങൾക്കിടയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, പടുവാർദ്ധക്യത്തിന്റെ അവശതയിലേക്ക് മനുഷ്യനെ തള്ളുന്നതും അള്ളാഹു തന്നെയാണ്. എല്ലാം അറിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും മനുഷ്യന് ഒന്നും അറിയാത്ത അവസ്ഥ പ്രാപിക്കുന്നത്, എല്ലാം അറിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ പിന്നെ അള്ളാഹു എത്തിക്കുന്നു. വല്ലാഹു ഇന്നല്ലാഹ അലീമുൻ ഖദീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു. എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും പ്രപഞ്ചനാഥനായ പടച്ചവൻ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം അടിക്കടി വിശുദ്ധ ഖുർആൻ നമ്മളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും പോന്നവരാണ് എന്ന ഒരു വിചാരം പലപ്പോഴും മനുഷ്യനെ അഹങ്കാരിയാക്കാറുണ്ട്, നിലമറന്ന് ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാറുണ്ട്. തന്റെ സഹജീവികളോടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ട് സ്വന്തം സുഖ സൗകര്യങ്ങളുടെ ലോകത്ത് മനുഷ്യനെ തളച്ചിടുന്നതിൽ ഈ ഒരു കാഴ്ചപ്പാടിന് പങ്കുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ എന്റെ ശരീരം എന്റെ ഇഷ്ടം ഇന്ന് വളരെ വ്യാപകമായി ലിബറലുകളും അൾട്രാ സെക്യുലറിസ്റ്റുകളും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും കേരളീയ ക്യാമ്പസുകളിൽ വളരെ ബോധപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണത്. ഞാൻ എന്റെ ശരീരം എന്റെ ഇഷ്ടം. കേൾക്കുന്നവരിൽ വളരെ ആകർഷകമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും പുതിയ തലമുറ പെട്ടെന്ന് ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാപ്ഷനാണ് അല്ലെ, ഞാൻ എന്റെ ശരീരം എന്റെ ഇഷ്ടം. യഥാർത്ഥത്തിൽ എത്രമാത്രം ബുദ്ധിശൂന്യമായ, എത്രമാത്രം അർത്ഥരഹിതമായ അബദ്ധജടിലമായ വാദമാണിത് എന്ന് നമുക്ക് സ്വന്തത്തിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് എന്റെ ശരീരം എന്ന് പറയുന്നത്? എന്റെ ശരീരം എന്ന് പറയാൻ എനിക്ക് എന്ത് അവകാശമാണുള്ളത്? എന്നെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെങ്കിൽ, ഞാൻ എവിടെ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനല്ലെങ്കിൽ, ഞാൻ ആരുടെ മകനായി ജനിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ലെങ്കിൽ, ഏത് നാട്ടിൽ, ഏത് വീട്ടിൽ, ഏത് കുടുംബത്തിൽ, ഏത് രൂപത്തിൽ, കുറിയവനായിട്ടോ അല്ലെങ്കിൽ ഉയർന്നവനായിട്ടോ തടിയുള്ളവനായിട്ടോ ഇല്ലാത്തവനായിട്ടോ വെളുത്തവനായിട്ടോ കറുത്തവനായിട്ടോ, ഇങ്ങനെ എന്റെ ജന്മത്തിന്റെ കാര്യത്തിൽ, എന്റെ ജനനത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഞാൻ, എന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ എന്ത് നിയന്ത്രണമാണ് എനിക്കുള്ളത്? എന്റെ ശരീരം എന്റേതാണ് എന്ന് പറയാൻ എന്ത് അവകാശമാണ് എനിക്കുള്ളത്? എന്റെ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്റേതാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ബലഹീനതകൾ സംഭവിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുമോ? ഞാൻ എന്തിനാണ് കണ്ണട ധരിച്ചിരിക്കുന്നത്? എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു പോയത് പരിഹരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ കണ്ണട വെക്കുന്നത്? എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി, എന്റെ ശരീരത്തിന്റെ ഉടമാവകാശം എനിക്കാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് അതിന്റെ ധർമ്മം നിർവഹിക്കുന്നിടത്ത് വീഴ്ചകൾ സംഭവിക്കുന്നത് ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ? എന്റെ ശരീരത്തിന്റെ ചിലപ്പോൾ ചില ഭാഗങ്ങൾ തളർന്നുപോയി എന്ന് വരാം. എന്റെ ഉടമസ്ഥതയിലാണ് എന്റെ ശരീരമെങ്കിൽ, ഞാനാണ് എന്റെ ശരീരത്തിന്റെ അതോറിറ്റി എങ്കിൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ?
എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതും എന്റെ കാതിന്റെ കേൾവി കുറയുന്നതും എന്റെ ശരീരത്തിന്റെ എന്റെ തൊലി ചുരുങ്ങുന്നതും അതുപോലെ തന്നെ എന്റെ മുടി വെളുക്കുന്നതും ഇതൊക്കെ എന്റെ തീരുമാനപ്രകാരമാണ്. അല്ലെങ്കിൽ അത്തരം സംഗതികൾ ശരീരത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് എന്തെങ്കിലും തടയിടാനോ നിയന്ത്രിക്കാനോ എനിക്ക് വല്ല സ്വാതന്ത്ര്യവുമുണ്ടോ? എന്റെ ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് അതിന്റെ ബലഹീനത സംഭവിക്കുന്നത്, വ്യത്യസ്തങ്ങളായ ചെറുതും വലുതുമായ രോഗങ്ങൾ പിടികൂടുന്നത് എന്റെ ശരീരം എന്റെ ഉടമസ്ഥയിലാണെങ്കിൽ ഞാൻ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? പ്രിയമുള്ളവരെ, ഇങ്ങനെ ചിന്തിച്ചാൽ ഈ ശരീരത്തിന്റെ മേൽ എനിക്കെന്ത് നിയന്ത്രണമാണുള്ളത്? എന്റെ ശരീരം എന്ന് നമ്മൾ സാങ്കേതികമായി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരല്പം ചിന്തിച്ചാൽ ഈ ശരീരത്തിന്റെ ഉടമ ഞാനല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമല്ല എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ഈ ശരീരത്തിന്റെ ഉടമ ആരാണോ നമ്മെ സൃഷ്ടിച്ചത്? അള്ളാഹുവാണ്. ആരാണോ നമ്മെ സൃഷ്ടിച്ചത് ആ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് എന്റെ ശരീരവും എന്റെ അവയവങ്ങളും എന്റെ ജീവനും ജീവിതവും ജീവിത വിഭവങ്ങളും ഒക്കെ ഏതൊരു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണോ ആ അള്ളാഹുവിന് തന്നെയാണ് എന്റെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള എന്റെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള എന്റെ ജീവിതവും ആ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ തീരുമാനിക്കേണ്ടത്. ആ പടച്ചവന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടമായി തീരേണ്ടത്. അല്ലാതെ എന്റെ ശരീരം എന്റെ ഇഷ്ടം എന്നത് ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം അടിക്കടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ജന്മത്തിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ മരണത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ അതോറിറ്റി ഏതൊരു അള്ളാഹുവിനാണോ ആ പടച്ചവന് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും നിങ്ങളുടെ ശരീരത്തിന്റെ മേലുമുള്ള പൂർണ്ണ അതോറിറ്റി ഉള്ളത്. ആ അള്ളാഹുവിന് നമ്മുടെ ശരീരത്തെ, നമ്മുടെ സമയത്തെ, നമ്മുടെ ആയുസ്സിനെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെ ആ പടച്ചവന് വിട്ടുകൊടുക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഇത് ആവർത്തിച്ച് നമ്മുടെ ദൗർബല്യത്തെ സംബന്ധിച്ചും പടച്ചവന്റെ നിയന്ത്രണത്തെ കുറിച്ചുമൊക്കെ ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു സൂറത്തുൽ റൂമിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖക്കും ثم رزقكم ثم يميتكم ثم يحييكم هل من شركائكم من يفعل من ذلكم من شيء سبحانه وتعالى عما يشركون. അല്ലാഹുല്ലദീ ഖലഖക്കും, പടച്ചവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ثم رزقكم, നിങ്ങൾക്ക് അന്നം നൽകിയതും അവൻ തന്നെയാണ്. ثم يميتكم, നിങ്ങളെ മരിപ്പിക്കുന്നതും അതേ റബ്ബ് തന്നെയാണ്. ثم يحييكم, പിന്നീട് നിങ്ങളെ മരണാനന്തരം നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നതും അതേ റബ്ബ് തന്നെയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കണം, ഹൽ മിൻ ശുറകായിക്കും മൻ യഫ്അലു ദാലികും മിൻ ഷൈ, ഈ പറഞ്ഞ സംഗതികളിലൊക്കെ അല്ലാഹു അല്ലാത്ത മറ്റു വല്ലവരെയും നിങ്ങൾക്ക് കാണുക സാധ്യമാണോ? പടച്ചവനല്ലാത്ത മറ്റു വല്ലവർക്കും വല്ല സ്വാധീനവും വല്ല പോർഷനും വല്ല പങ്കാളിത്തവും ഈ പറഞ്ഞ സംഗതികളിൽ നിങ്ങൾക്ക് കാണുക സാധ്യമാണോ? സുബ്ഹാനഹു, എത്രമാത്രം പരിശുദ്ധനാണ് അവൻ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, നിങ്ങൾ ഈ പങ്കു ചേർക്കുന്നതിലൊക്കെ എത്രമാത്രം പരിശുദ്ധനാണ് അവൻ. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദൗർബല്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. മനുഷ്യ, നിങ്ങൾ നേടിയ, നിങ്ങൾ ആർജിച്ച കഴിവിന്റെ, അറിവിന്റെ, ശേഷിയുടെ, ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഞെളിയുന്ന, ഒരുപാട് അഹങ്കരിക്കുന്ന, തൻപോരിമയിൽ അഭിരമിക്കുന്ന ദുർബലനായ മനുഷ്യ, നീ ചിന്തിച്ചിട്ടുണ്ടോ? വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നീ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ലാ തഅലമൂന ശൈഅ, നിങ്ങൾ ഒന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു. കേവലം കരയാനും കൈകാലിട്ടടിക്കാനും മാത്രം കഴിയുന്ന അത്രയും ദുർബലാവസ്ഥയിലായിരുന്നു നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ അല്ലാഹു പുറത്തു കൊണ്ടുവന്നത്. ഒരൽപ്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനനത്തിൽ ഏറ്റവും ദുർബലനാണ് മനുഷ്യൻ. ജന്മത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ദുർബലനാണ് മനുഷ്യൻ. ഇതര ജന്തുജീവജാലങ്ങളെ നമ്മളെ പഠിച്ചു വെച്ചു. ഒരു കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് കഴിഞ്ഞ് ഏതാനും മിനിറ്റ് കഴിയുമ്പോഴേക്ക് അത് നടന്ന് കൊത്തി തിന്നാൻ തുടങ്ങും. അതിന്റെ അന്നം തേടി അത് സ്വയം എടുത്ത് കഴിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരു ആട്ടിൻകുട്ടി അതിന്റെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് ഓടി നടക്കാൻ തുടങ്ങും. സ്വയം വന്ന് അതിന്റെ അമ്മയുടെ അകട്ടിൽ നിന്നും പാല് കുടിക്കാൻ ആരംഭിക്കും, അല്ലെ? കങ്കാരുവിന്റെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും, കങ്കാരുവിന്റെ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് ഓടുമെന്നാണ്. അങ്ങനെ ഓടിയില്ലെങ്കിൽ ആ തള്ള അതിനെ നക്കി തുടക്കുമ്പോൾ അതിന്റെ പരുപരുത്ത നാവിന്റെ ഒരു ചലനം ആ കുട്ടിയുടെ മരണത്തിന് വരെ കാരണമാകുന്നത് കൊണ്ട് കങ്കാരു പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി എഴുന്നേറ്റ് മാതാവിൽ നിന്നും ഓടിയകലുമെന്നാണ്. അപ്പോ ഞാൻ പറയുന്നത് ഇത്രയും. അതേസമയം ഒരു മനുഷ്യക്കുട്ടിയുടെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീണ് ഭക്ഷണം സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്നവിടെ ഇരിക്കട്ടെ, എടുത്തു വെച്ച ഭക്ഷണം സ്വയം എടുത്ത് കഴിക്കണമെങ്കിൽ എത്ര സമയം വേണം?
ഒരു 2-3 വർഷം വരെ വേണ്ടി വരുന്നില്ലേ? അപ്പൊ അത്രയും ദുർബലമാണ്. അല്ലാഹുല്ലദി ഖലഖക്കും അല്ലാഹുല്ലദി ഖലഖ അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. ഒന്നിനും കഴിയാത്ത അവസ്ഥയിലാണ്, അത്രയും നിസ്സഹായമായ ദുർബലമായ അവസ്ഥയിലാണ് നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും അള്ളാഹു പുറത്തു കൊണ്ടുവന്നത്. പിന്നെ എവിടെ നിന്നാണ് മനുഷ്യന് ഈ കഴിവുകൾ നേടിയത്? പിന്നെ എവിടെ നിന്നാണ് തന്നേക്കാളൊക്കെ എത്രയോ വലുപ്പമുള്ള, ആകാരമുള്ള, ശക്തിയുള്ള, കരുത്തുള്ള മറ്റു ജന്തുജീവജാലങ്ങളെ മനുഷ്യന് കീഴ്പ്പെടുത്താൻ സാധിച്ചത്? അതിനെക്കുറിച്ചും അള്ളാഹു പറയുന്നത്, ഈ ഒന്നും അറിയാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളുടെ മാതാക്കളിൽ നിന്ന് ഉദരങ്ങളിൽ പുറത്തു കൊണ്ടുവന്ന മനുഷ്യൻ അള്ളാഹു നിങ്ങൾക്ക് കാഴ്ച, കേൾവി, ചിന്ത, ഈ 3 കഴിവുകൾ അള്ളാഹു നിങ്ങൾക്ക് നൽകി. ഈ 3 കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ ഈ ലോകത്ത് നേടിയ സകല നേട്ടങ്ങളും അവൻ കൈവരിച്ചിട്ടുള്ളത്. ആകാശത്ത് പറവകളെ പോലെ പാറി നടക്കാൻ, ആകാശത്തുകൂടെ സഞ്ചരിക്കാൻ, അതുപോലെ തന്നെ കടലിൽ പിന്നെ മത്സ്യങ്ങളെ പോലെ ഓടിയിട്ട് പോകാൻ, കടലിലും കരയിലും ആകാശത്തുമൊക്കെ സഞ്ചാര സൗകര്യം മനുഷ്യൻ നേടിയെടുത്തത്. എന്നല്ല ബഹിരാകാശത്തേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേർന്നത്. തന്നേക്കാളൊക്കെ എത്രയോ വലുപ്പമുള്ള, ആകാരമുള്ള, ശക്തിയുള്ള ജന്തുജീവജാലങ്ങളെ കീഴ്പ്പെടുത്താൻ മനുഷ്യന് സാധിച്ചത് ഈ കാഴ്ചയും കേൾവിയും ബുദ്ധിശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അല്ലാഹു പറയുന്നത്, ഇതൊക്കെയും റബ്ബ് നിങ്ങൾക്ക് നൽകിയത് ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ ആ നാഥനോട് നന്ദിയുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജനനത്തിന്റെയും മരണത്തിന്റെയും ജനന മരണത്തിനിടയിലുള്ള ജീവിതത്തിന്റെയും കാര്യത്തിൽ, ശരീരത്തിന്റെയും കാര്യത്തിൽ എല്ലാം 100% പടച്ചവനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട മനുഷ്യൻ, നമുക്ക് നമ്മുടേതായ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഈ ജീവിതം, ഇത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത അവസ്ഥയിൽ ആയുസ്സിനെ അർത്ഥപൂർണമാക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അള്ളാഹുവിന്റെ സ്വർഗം, അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ ഈ ജീവിതത്തിൽ, ഈ കുറഞ്ഞ കാലത്തേക്ക് അവൻ അനുവദിച്ച ആയുസ്സിൽ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യിന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും വഅജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആ ജീവിതം പടച്ചവന് വിട്ടുകൊടുത്ത അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട് അർത്ഥപൂർണമാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ദുനിയാവിൽ സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു ഓഫർ ചെയ്യുന്നുണ്ട്. അസ്വസ്ഥതകളില്ലാത്ത, അശാന്തിയില്ലാത്ത, അമിതമായ ടെൻഷനുകൾക്ക് അടിപ്പെടാത്ത ഒരു ജീവിതം, പടച്ചവനിൽ ബലമേൽപ്പിക്കുന്ന ഒരു ജീവിതം, ജീവിതത്തിൽ അവലംബിക്കാൻ ഒരു ശക്തിയുള്ള, കരുത്തുള്ള നാഥനുണ്ടെന്ന ബോധ്യത്തിൽ ജീവിതത്തെ വളരെ സമാധാനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരവസ്ഥ, ഏത് പ്രതിസന്ധിയെയും വളരെ മനോഹരമായി അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മറുവശത്ത് അറ്റമില്ലാത്ത, ശാശ്വതമായ, ഏത് നിമിഷവും ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എത്തിച്ചേരേണ്ട നമ്മുടെ ബർസഖിലും നമ്മുടെ അന്തിമമായ വിചാരണ വേളയിലും ഒക്കെ പടച്ചവനിൽ നിന്നും നമ്മൾ ചെയ്ത അമലുകൾക്ക് എത്രയോ ഇരട്ടി അജ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അതിന്റെ ഫലമായി റബ്ബ് തൃപ്തിപ്പെട്ട് നാഥന്റെ സ്വർഗം അനന്തരമെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിന് നമ്മുടെ കയ്യിലുള്ള മൂലധനം എന്താണ്? ഇതിന് നമ്മുടെ കയ്യിലുള്ള മൂലധനം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സാണ്, അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യമാണ്, പടച്ചവൻ നമുക്ക് നൽകിയ ശാരീരികമായ കഴിവുകളാണ്, നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ വിവേകമാണ്, നമുക്ക് അള്ളാഹു നൽകിയ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളാണ്, കഴിവുകളാണ്, സമ്പത്തായാലും സൗകര്യമായാലും ഇൽമായാലും, ഇങ്ങനെ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നൽകിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ കഴിവുകളാണ്. ഇതിനെല്ലാം കൂട്ടിച്ചേർത്താൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ആയുസ്സാണ്. ഈ ആയുസ്സിനെ പ്രിയമുള്ളവരെ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തിയ നിർവൃതിയോടുകൂടി നാളെ നാഥനെ കണ്ടുമുട്ടണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അഥവാ ആയുസ് എന്ന് പറയുന്നത് സമയമാണ്. നമ്മുടെ ഇന്നുകളെ, കടന്നു പോകുന്ന ഇന്നുകളെ, നാളെ എന്ന് പറയുന്നത് അനിശ്ചിതത്വമാണ്. ഇന്നാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. നമ്മൾ കടന്നു പോകുന്ന പ്രസന്റ് ആണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നാളെ എന്ന് പറയുന്നത് നമ്മിൽ ആരെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതമാണ്. എന്നാൽ നാളത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മിൽ ഒരാൾക്കും ഉറപ്പിക്കാൻ കഴിയാത്തതാണ്. അതേസമയം ഏത് നിമിഷവും നമ്മൾ മടങ്ങിപ്പോകും എന്നത് എല്ലാവർക്കും ഉറപ്പുള്ളതുമാണ്. നാളത്തെ ജീവിതം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും നമുക്കാർക്കും ഒരു ഉറപ്പുമില്ലാത്തതാണ്. ഏത് നിമിഷവും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമെന്ന കാര്യം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉറപ്പുള്ള കാര്യമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കടന്നു പോകുന്ന ഇന്നുകളെ, നമ്മൾ കഴിഞ്ഞു പോകുന്ന വർത്തമാനത്തെ വളരെ മനോഹരമായി അമലു സ്വാലിഹത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് അടുക്കുവാനുള്ള അവസരങ്ങളായി തീർക്കുന്നതാണ് ബുദ്ധിപരമായ നിലപാട് എന്ന് പറയുന്നത്. നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ സമയമാണ്.
സമയത്തിന്റെ വില മനസ്സിലാക്കി സമർത്ഥമായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഇമാം ഹസനുൽ ബന്ന ഷഹീദ് റഹിമഹുല്ലാഹി അലൈഹി പറയുന്നത്, സമയമാണ് ജീവിതം, സമയമാണ് ജീവിതം. സമയത്തിന്റെ വിലയറിഞ്ഞവൻ ആയുഷിന്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ചു എന്നാണ്. സമയത്തിന്റെ വിലയറിഞ്ഞവൻ ആയുഷിന്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ചു എന്നാണ്. നമ്മുടെ കൈകൾ നമ്മൾ നെഞ്ചിൽ ചേർത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഹൃദയമിടിപ്പ് നമുക്ക് അനുഭവപ്പെടും. ആ ഹൃദയമിടിപ്പുകൾ, നമ്മുടെ ഓരോ ഹൃദയമിടിപ്പുകളും നമ്മോട് വിളിച്ചു പറയുന്നത് എന്താണ്? മഹാനായ ഒരു പണ്ഡിതൻ ഒരു അറബി കവി പറഞ്ഞല്ലോ, ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായികും സബസമാനി. നമ്മുടെ ഹൃദയമിടിപ്പുകൾ ഓരോ മനുഷ്യനോടും വിളിച്ചു പറയുകയാണ്, ഇന്നൽ ഹയാത ദഖായികും വസവാനി. നിന്റെ ഓരോ ഹൃദയമിടിപ്പുകളും നിന്നോട് വിളിച്ചു പറയുന്നത് നിശ്ചയമായും ജീവിതം എന്ന് പറയുന്നത് ദഖായികും വസവാനി, അത് മിനിറ്റുകളും നിമിഷങ്ങളുമാണ് എന്ന് പറയുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്കിലെ സൂചി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ഇങ്ങനെ ചലിക്കുമ്പോൾ, സെക്കൻഡ് സൂചി വളരെ സാവധാനമാണ്, വളരെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ക്ലോക്കിന്റെ സൂചി ഇങ്ങനെ ചലിക്കുന്നതിനനുസരിച്ച് നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് ഇങ്ങനെ വെട്ടി വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അല്ലെ? ക്ലോക്ക് ടവറുകൾ, മുമ്പൊക്കെ ക്ലോക്ക് ടവറുകൾ ഉണ്ടാവും വലിയ വലിയ അങ്ങാടികളിൽ, ടൗണുകളിൽ. ആ ക്ലോക്ക് ടവറുകളിൽ മണിക്കൂറുകൾ അറിയിക്കുന്ന ഒരു ഒട്ടക് ശബ്ദമുണ്ട്, വലിയ ഒരു ശബ്ദമുണ്ട്, ഒരു മണി മുഴങ്ങാറുണ്ട് ചിലയിടത്തൊക്കെ. യഥാർത്ഥത്തിൽ ആ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മരണമണിയാണല്ലോ, അല്ലെങ്കിൽ ആയുസ്സിൽ നിന്നും ഓരോ മണിക്കൂറുകൾ തീർന്നു പോയിരിക്കുന്നുവെന്ന മുന്നറിയിപ്പ് നൽകുന്ന വാണിംഗ് ആണല്ലോ ആ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ പണ്ട് കാലത്ത് ആയുർവേദ മരുന്ന് ഷോപ്പുകളുടെ മുന്നിലൂടെ ഒക്കെ കടന്നു പോകാൻ അവസരം കിട്ടിയവർക്കറിയാം. ഇപ്പോ എല്ലാം കുപ്പിയിലാണ് വരുന്നത്. മരുന്ന് വെട്ടിക്കൂട്ടി കഷായത്തിന് മരുന്ന് കിട്ടുന്ന സ്ഥലങ്ങൾ സാധാരണ അപൂർവമാണ്. അങ്ങനെ മരുന്ന് കടയിൽ മരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ആ മരുന്നിന്റെ ഇതിങ്ങനെ ചെറിയ പീസുകൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മുടെ ആയുസ്സും വെട്ടി വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ മണിക്കൂർ കടന്നു പോകുമ്പോൾ നമ്മുടെ നിശ്ചയിക്കപ്പെട്ട ആയുസ്സിൽ നിന്നും ഇങ്ങനെ വെട്ടി വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ നിമിഷവും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും കലണ്ടറിൽ പേജുകൾ മാറി മാറി വരുന്നതുമൊക്കെ നമ്മൾ ദുനിയാവിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയും നമ്മൾ നമ്മുടെ ആഖിറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. നമ്മുടെ ബർസഖിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഓരോ ദിവസവും, ഓരോ പ്രഭാതം പിറന്നു വീഴുമ്പോഴും അത് നമ്മോട് വിളിച്ചു പറയുന്നതായി മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാഹി അലൈഹി പറയുന്നുണ്ട്. യാ ഇബ്നു ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് വതസവ്വദു മിന്നി ബിഅമലിൻ സാലിഹിൻ വഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. അല്ലയോ ആദമിന്റെ പുത്ര, അല്ലയോ ആദമിന്റെ പുത്ര, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. ഇന്നലെ ഓഗസ്റ്റ് 8 ആയിരുന്നുവെങ്കിൽ ഇന്ന് 2024 ഓഗസ്റ്റ് 9 ആണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. ഓരോ പ്രഭാതവും നമ്മോട് പറയുകയാണ്, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അതോടൊപ്പം വഅലാ അമലിക ഷഹീദ്, നിന്റെ ഓരോ കർമ്മങ്ങൾക്കും ഞാൻ സാക്ഷിയുമാണ്. നിന്റെ എല്ലാ കർമ്മങ്ങൾക്കും ഈ ദിവസം സാക്ഷിയാണ്. അതുകൊണ്ട് എന്റെ ഇന്നിനെ നീ പ്രയോജനപ്പെടുത്തി കൊണ്ടിരിക്കുക. നീ ഇന്നിൽ നിന്ന്, ഈ ഇന്നത്തെ ദിവസത്തിൽ നിന്ന് ഈ വിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുക. സൽക്കർമ്മങ്ങളുടെ ഈടുപ്പുകൾ, സൽക്കർമ്മങ്ങളാകുന്ന അമലുകൾ, അല്ലെങ്കിൽ അതിനുള്ള അത്തരം ഒരുക്കങ്ങൾ നീ ചെയ്തു കൊള്ളുക. ഒരു യാഥാർത്ഥ്യം കൂടി നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 2024 ഓഗസ്റ്റ് 9 എന്നത് ഇനി യൗമുൽ ഖിയാമത്ത് വരെ നിന്റെ ആയുസ്സിലേക്ക് തിരിച്ചു വരികയില്ല. ഞാൻ ഒരിക്കലും ഇനി നിന്നിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് ഓരോ പ്രഭാതവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായി ഇമാം ഹസനുൽ ബസരി നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വരുമ്പോ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നുകളാണ്, നമ്മുടെ ഓരോ നിമിഷവുമാണ്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത, നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഏറ്റവും അമൂല്യമായ സമയത്തെ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നതാണ്. അനുവദിച്ചു കിട്ടിയ ആയുസ്, നമുക്ക് അല്ലാഹു അനുവദിച്ചു തന്നത് എത്രയാണെന്നറിയാത്ത ഇന്നുകൾ, കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നുകളെ ഇത് അനാവശ്യവും അലസവുമായി പാഴാക്കുകയില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ആയുഷിന്റെ കാര്യത്തിൽ അലസത നമ്മൾ വെടിയണം. ആയുഷിന്റെ കാര്യത്തിൽ അലക്ഷ്യമായ നിലപാടുകൾ നമ്മൾ മാറ്റി നിർത്തണം. അതല്ലെങ്കിൽ അവസാനം അറ്റമില്ലാത്ത ഖേദത്തിന് ഇടവരും എന്ന് നമ്മൾ ഭയപ്പെടണം. പക്ഷെ അന്നത്തെ ഒരു ഖേദം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ലഭിച്ച സമയം അവൻ വേണ്ട വിധം പ്രയോജനപ്പെടുത്താതെ അത് നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ മനുഷ്യൻ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യുന്ന, എന്നാൽ അതേസമയം ആ ദുഃഖം യാതൊരു ഫലവും ചെയ്യാതിരിക്കുന്ന രണ്ട് അവസരങ്ങളെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒന്ന്, സമ്പത്തും സന്താനങ്ങളും പടച്ചവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അശ്രദ്ധരാക്കിയവരാണ്. സമ്പത്ത് വാരിക്കൂട്ടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പടച്ചവനോടുള്ള ബാധ്യതകൾ വിസ്മരിച്ചവരാണ്. സന്താനങ്ങൾ, കുട്ടികളോടുള്ള ബാധ്യതകളുടെ നിർവഹണത്തിനിടയിൽ നാഥനോടുള്ള ബാധ്യതകൾ മറന്നുപോയവരാണ്. അങ്ങനെ തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആയുസ് അവസാനിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോ, മലക്കുൽ മൗത്ത് തന്നെ സമീപിച്ചു എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോ, അപ്പോ ഈ ദുനിയാവിനോട് വിട ചെല്ലാനുള്ള സമയം ആസന്നമായി എന്ന് തിരിച്ചറിയുമ്പോ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ കൺപോളികൾ ഇങ്ങനെ മുകളിലേക്ക് മറിയുകയും കാലുകൾ ഇങ്ങനെ പരസ്പരം കൂട്ടിപ്പിണയുകയും അങ്ങനെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുകയും ഇവിടെ നിന്നും ഈ ദുനിയാവിനോട് താൻ വിട പറയേണ്ട സമയമായി എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ അന്താളിച്ചു നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ ഒരു വിലാപം ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇവിടെ ജുമാക്ക് കേൾക്കാറുള്ള ആ സൂറത്ത് മുനാഫിഖൂന്റെ അവസാന ഭാഗത്ത് ഖുർആൻ അത് കാണാം. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചവനെ, മലക്കുൽ മൗത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇനി ഒരു തിരിച്ചുവരേണ്ട എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ബന്ധുക്കളൊക്കെ ഇങ്ങനെ ചുറ്റുപാട് നിന്നുകൊണ്ട് ഈ വേർപാടിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ എല്ലാത്തിനും മൂകസാക്ഷികളായിക്കൊണ്ട് അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ മനുഷ്യന്റെ വിലാപമാണ്, പടച്ചവനെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, വളരെ കുറഞ്ഞ ഒരു നേരത്തേക്കെങ്കിലും നാഥ എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങളിൽ പെട്ടുകൊള്ളാം, ധാരാളമായി നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു കൊള്ളാം. കാരണം പടച്ചവനെ, ഈ ദുനിയാവിൽ എനിക്ക് എന്റെ സമയത്തിന്റെ വില, എന്റെ ആയുഷിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം എനിക്കിപ്പോ ബോധ്യപ്പെടുകയാണ്. എത്ര അമൂല്യമായ ആയുഷാണ് ഞാൻ നിന്റെ ഭൂമിയിൽ നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ വായു ശ്വസിച്ച്, നിന്റെ വെളിച്ചം അനുഭവിച്ച്, നീ നൽകിയ റിസ്ക് അനുഭവിച്ചും ആസ്വദിച്ചും ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടിയതിന്റെ വില ഞാനിപ്പോ മനസ്സിലാക്കുകയാണ് പടച്ചവനെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാഥാർത്ഥ്യം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. മറ്റു പലതും വെട്ടിപ്പിടിക്കാനുള്ള ബദ്ധപ്പാടിനിടയിൽ യഥാർത്ഥത്തിൽ നേടാനുള്ളതിനെ കുറിച്ച് ഞാൻ അശ്രദ്ധനായിരുന്നു. എന്റെ സ്വപ്നങ്ങളും എന്റെ പ്രതീക്ഷകളും എന്റെ ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ ബന്ധപ്പെടുത്തിയത് ഈ ദുനിയാവിന്റെ എന്റെ ശാരീരികവും താൽക്കാലികവുമായ എന്റെയും എന്റെ കുടുംബത്തിന്റെയും സുഖ സൗകര്യ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. പടച്ചവനെ, ഞാൻ നേടിയതൊക്കെയും ദുനിയാവിലെ ജീവിതം കൂടുതൽ ഭദ്രമാക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങളായിരുന്നു. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, മനുഷ്യൻ വളരെ പെട്ടെന്ന് കിട്ടുന്നതിൽ ബദ്ധശ്രദ്ധനാണ്. തുഹിബ്ബൂനൽ ആജില, പെട്ടെന്ന് കിട്ടുന്നതിനാണ് അവന് താല്പര്യം. വതദറൂനൽ ആഖിറ, വരാനിരിക്കുന്ന അന്തിമമായി അവന് പ്രയോജനപ്പെടാതിരിക്കുന്നതിനെ കുറിച്ച് അവൻ അശ്രദ്ധനാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ടത്ര ഗൗരവത്തിൽ ചിന്തിക്കാത്തവനാണ്. പക്ഷെ അതിന്റെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ എന്തൊക്കെ വെട്ടിപ്പിടിക്കാനാണോ എന്റെ ആയുസ് കഴിച്ചു കൂട്ടിയത്, അതിന്റെയൊക്കെ ആയുസ് ഇത്രയുള്ളൂ എന്നിപ്പോ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാഥ, ഒരു നിമിഷം എനിക്ക് അവസരം നൽകണം. ഞാൻ നാളിൽ വരെ പാടുപെട്ട് അത്യധ്വാനം ചെയ്ത് ഹക്കും ബാത്തിലും നോക്കാതെ, ഹറാമും ഹലാലും പരിഗണിക്കാതെ, അടിമകളുടെ അവകാശമാണോ എന്റെ അവകാശമാണോ എന്ന് ചിന്തിക്കാതെ ഞാൻ ഒരുപാട് പരിശ്രമിച്ചതിന്റെ ഒക്കെ ഫലമായി വലിയ മൾട്ടി നാഷണൽ ബിൽഡിംഗുകൾ, അല്ലെങ്കിൽ മൾട്ടി നാഷണൽ ബാങ്കുകളിൽ, കമ്പനികളിൽ ഷെയർ ഉടമയാണ് ഞാൻ. വലിയ വലിയ ഫാക്ടറികളും സംവിധാനങ്ങളും ഒക്കെ ഉടമപ്പെടുത്തിയവനാണ് ഞാൻ. ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകളിലുള്ള എന്റെ അക്കൗണ്ടുകളിൽ ലക്ഷങ്ങൾ കോടികൾ ബാങ്ക് ബാലൻസ് ബാക്കിയിരിപ്പുണ്ട്. ഒരു നിമിഷം ഒരു ചെക്കൊപ്പിടാനുള്ള നേരം കിട്ടിയാൽ മതി പടച്ചവനെ. ഞാൻ അതൊക്കെയും നിനക്ക് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ദീനിന്റെ വഴിയിൽ ഞാൻ മുഴുവനും അത് ചെലവഴിച്ചു കൊള്ളാം. ജീവിതകാലത്ത് സദക്ക പോയിട്ട് നിർബന്ധമായ സക്കാത്തിനെ കുറിച്ച് പോലും മനസ്സിലായിരുന്നു. നിർബന്ധമായ സക്കാത്തിനെ കുറിച്ച് ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പോ അപ്പോൾ ഇവന്റെ ഭാവം എന്താണ്? അതൊക്കെ ഞാൻ നേടിയതല്ലേ, എന്റെ സമ്പാദ്യമല്ലേ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെലവഴിക്കും, ഈ ദാർഢ്യമായിരുന്നു. പക്ഷേ എല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, കേവലം 3 തുണി മാത്രം ബാക്കിയായിക്കൊണ്ട് ഇവിടുന്ന് പോകേണ്ട നേരമെത്തിയെന്ന് തോന്നുമ്പോ വപ്പ വിലപിക്കുകയാണ്. അവിടത്തേക്കെങ്കിലും ഇനി ബാക്കിയാവാലോ എന്ന് ചിന്തയാണ്. പക്ഷേ വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ ആസന്നമായ മരണസമയം എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്തിക്കുക എന്നത് റബ്ബിന്റെ നടപടിക്രമത്തിൽപ്പെട്ടതല്ല. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, പടച്ചവന്റെ നടപടിക്രമങ്ങൾക്ക് ഒരു മാറ്റവും വരുത്തുക സാധ്യമല്ല. ഇതാണ് ഒരു സന്ദർഭം.
രണ്ടാമത്തേത് മരണാനന്തരം മനുഷ്യൻ തങ്ങളുടെ അമലുകളുടെ ഭാണ്ഡങ്ങളുമായി വിചാരണക്ക് ചെന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ ആ വിചാരണ കഴിഞ്ഞ് ഒരു വിഭാഗം ഫരിയഖും ഫിൽ ജന്ന വ ഫരിയഖും ഫിസ് സഗീർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും നയിക്കപ്പെടുന്ന ആ ഏറ്റവും അന്തിമമായ അവസാനത്തെ വിചാരണ നടക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ടും ചോദിച്ചു പോകും, പടച്ചവനെ ഖാല റബ്ബിർജിഊൻ, പടച്ചവനെ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചു കൊണ്ടുപോയാൽ. ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്, ഒരുപാട് ഉപേക്ഷിച്ചു പോയ അമലുകളുണ്ട്, എനിക്ക് ഇനി ഒരു ജീവിതം നീ തരികയാണെങ്കിൽ അതൊക്കെയും ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയ, എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയ എന്റെ ആയുസ് അത് ഞാൻ വേണ്ട വിധം നിനക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം അമലുകൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് അവിടെ വെച്ചും മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമെന്നാണ്. പക്ഷെ പടച്ചവൻ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പടച്ചവൻ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഈ ആവശ്യത്തോട് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അള്ളാഹ് ചോദിക്കും പോലും അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകും നദീർ, മനുഷ്യ ആലോചിക്കുന്നവന് ആലോചിക്കാൻ മാത്രം, ബുദ്ധിയുള്ളവന് ചിന്തിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? മാത്രവുമല്ല കേവലം ഒരു ആയുസ് നൽകിയിട്ട് നിങ്ങൾ അലസമായി വിടുകയല്ലല്ലോ ചെയ്തത്. വജാഅകും നദീർ, ഇതിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന, ഈ ദുനിയാവിന്റെ ക്ഷണികതയെ സംബന്ധിച്ചും വരാനിരിക്കുന്ന ആഖിറത്തിന്റെ അനശ്വരതയെ കുറിച്ചുമൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ധാരാളം അംബിയ മുർസലുകളെയും വേദഗ്രന്ഥങ്ങളെയും ഇസ്ലാമിക സംവിധാനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും അതിന്റെ പ്രവർത്തകരെയും ഒക്കെ നിങ്ങൾക്കിടയിലേക്ക് നയിച്ചിരുന്നില്ലേ? ഇതൊന്നും അറിയാത്തത് കൊണ്ട് സംഭവിച്ചതല്ലോ, ബോധപൂർവം അവഗണിച്ചത് കൊണ്ട് സംഭവിച്ച അനന്തരഫലമല്ലേ എന്ന ഒരു ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാൻ കഴിയാതെ നാവിറങ്ങിപ്പോകുന്ന ഈ ഒരു ചോദ്യം, പ്രിയമുള്ളവരെ, പടച്ചവനിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ലഭിച്ച ആയുസ്സിലെ അമൂല്യമായ സമയത്തെ, നമ്മുടെ ആയുസ്സിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നമുക്ക് കഴിയണം. എരിഞ്ഞൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി പോലുള്ള നമ്മുടെ ഈ ക്ഷണിക ജീവിതത്തെ പരമാവധി പടച്ചവന്റെ മാർഗത്തിൽ പ്രയോജനപ്പെടുത്തിയ നിർവൃതിയോടുകൂടി നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയണം. കേവലം ആരാധനകളിൽ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിൽ ആചാരങ്ങളിൽ പരിമിതപ്പെട്ട ഒരു ദീനിനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ പ്രവർത്തിക്കാനും പണിയെടുക്കാനും പ്രതീക്ഷയർപ്പിക്കുവാനും ഒക്കെ വളരെ കൃത്യമായ ലക്ഷ്യം നിർണയിക്കപ്പെട്ട ഒരു ഉമ്മത്താണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവ്വലുർ റസൂൽ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഖാത്തമുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അംബിയ മുർസലുകളിലൂടെയും ആ പ്രവാചകന്മാരുടെ പിൻഗാമികളിലൂടെയും പടച്ചവൻ ഈ ഭൂമിയിൽ സാധിക്കണമെന്ന് തീരുമാനിച്ച ഒരു ലക്ഷ്യമുണ്ട്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ വിജയമാണ്, പടച്ചവന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രവർത്തനമാണ്. പടച്ചവന്റെ വചനത്തിന്റെ ഉയർച്ചയും അവന്റെ ദീനിന്റെ വിജയവുമാണ്. ഇഖാമത്തുദ്ദീൻ എന്ന് നമ്മൾ അതിന് പറയാറുണ്ട്. ശറഅലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീന വലാ തതഫറഖു ഫീ. നിങ്ങളുടെ ആയുസ് അലസമായി കളയാനുള്ളതല്ല. അംബിയ മുർസലുകളിലൂടെ അള്ളാഹു ഭൂമിയിൽ സാധിക്കണമെന്ന് തീരുമാനിച്ച പടച്ചവന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി, അവന്റെ ദീനിന്റെ ഇൽഹാറിന് വേണ്ടി, അവന്റെ കലിമത്തിന്റെ ഇഹ്ലായിന് വേണ്ടി സാധ്യമാകുന്ന വിധം പണിയെടുത്തതിന്റെ, പരിശ്രമിച്ചതിന്റെ, പ്രവർത്തിച്ചതിന്റെ ആത്മനിർവൃതിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നവരാകണം നിങ്ങൾ ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും സമയവും സമ്പത്തും സൗകര്യങ്ങളും നാഥൻ നൽകിയ അനുഗ്രഹങ്ങളൊക്കെയും ആ മാർഗത്തിൽ അള്ളാഹുവിന്റെ വചനത്തിന്റെ ഉയർച്ചക്കും പടച്ചവന്റെ ദീനിന്റെ വിജയത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.